ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് വരുന്ന 11-ാം തീയതി വെള്ളിയാഴ്ച പങ്കുനി ഉത്രം ദിവസം പങ്കുനി ഉത്ര പ്രത്യേകതകളെക്കുറിച്ചും വഴിപാടു രീതികളെക്കുറിച്ചും പൂജകളെക്കുറിച്ചും മന്ത്രങ്ങളെക്കുറിച്ചും വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ചുമെല്ലാം നേരത്തെ തന്നെ ഞാനൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നാളെ 10-ാം തീയതി വ്യാഴാഴ്ച 2/7 ഉത്രം നക്ഷത്രം ആരംഭമാകുകയും മാത്രമല്ല വെള്ളിയാഴ്ച 11-ാം തീയതി വൈകുന്നേരം 4:11 ഉത്രം നക്ഷത്രം അവസാനിക്കുകയും ചെയ്യുന്നതിനാൽ തന്നെ ഏപ്രിൽ മാസം 11-ാം തീയതിയാണ് പങ്കുനി ഉത്രം വിശേഷം ആഘോഷിക്കപ്പെടുന്നത്. പങ്കുനി ഉത്രവും മാസിമകവും ഏതെങ്കിലും ഒരു പ്രത്യേക ദൈവത്തെ ആഘോഷിക്കുന്ന ഒരു ദിവസമല്ല, മറിച്ച് എല്ലാ ദേവീ ദേവന്മാർക്കും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് ഈ മാസിമകം എന്ന് പറയുന്നതും പങ്കുനി ഉത്രം എന്ന് പറയുന്ന ദിവസവും. മാസിമകം കഴിഞ്ഞു പോയി, പക്ഷെ നമുക്ക് ഇനി വരുവാനിരിക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് പങ്കുനി ഉത്രമാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന വഴിപാടുകൾക്കും പൂജകൾക്കും ചൊല്ലുന്ന മന്ത്രങ്ങൾക്കും അനേകായിരം ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ടല്ല നമ്മൾ ഈ വഴിപാടുകളും പൂജകളും ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ ഈ ജീവിതത്തിലെ എല്ലാവിധ കഷ്ടപ്പാടുകളെയും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന മന്ത്രജപങ്ങളും പൂജകളുമാണ് ഈ ഒരു ദിവസത്തിൽ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത്. പക്ഷേ എല്ലാവർക്കും ഈ ദിവസത്തിൽ വഴിപാട് ചെയ്യുവാൻ സാധിക്കില്ല. ചില സമയങ്ങളിൽ പൂജകൾ ചെയ്യാൻ പറ്റില്ല, മന്ത്രങ്ങൾ ചൊല്ലാൻ പറ്റില്ല, ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കില്ല. ചിലർക്ക് വീട്ടിൽ ദീപം പോലും തെളിയിക്കുവാൻ സാധിക്കില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഞാൻ ഇപ്പോൾ പറയുവാൻ പോകുന്ന ഈ വീഡിയോ. കാരണം നമ്മൾ ഈ പങ്കുനി ഉത്രം ദിവസം രാവിലെ ഉണർന്ന ഉടൻ തന്നെ വെറും വയറ്റിലിരുന്നു കൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം നിങ്ങൾ വെറും 5 തവണ ജപിക്കുക. നമ്മുടെ പാപങ്ങളെല്ലാം ഇല്ലാതാകുകയും നമുക്ക് ഈ വരുന്ന ഒരു വർഷം മുഴുവൻ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനങ്ങളായി മാറുകയും ചെയ്യുന്നതായിരിക്കും. ഈ മന്ത്രം ആർക്കു വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. പീരിയഡ്സ് ആയിട്ടുണ്ട്, പുലവാലായ്മയുണ്ട് എന്നെല്ലാം കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ ഉടൻ തന്നെ ബെഡിൽ ഇരുന്നു കൊണ്ട് തന്നെ കണ്ണുകൾ അടച്ച് വെറും 5 തവണ നമുക്ക് ഉറക്കെയും പറയാം, അല്ല നമ്മുടെ മനസ്സിൽ തന്നെയും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ആ വിശേഷപ്പെട്ട മന്ത്രം ഏതാണ് എന്ന് കാണാം. ഓം ശ്രീയും ഐയും കിലിയും ശിവായ നമ. ഓം ശ്രീയും ഐയും കിലിയും ശിവായ നമ. ഓം ശ്രീയും ഐയും കിലിയും ശിവായ നമ എന്നുള്ള ഈ വിശേഷപ്പെട്ട സൂക്ഷ്മമായ ശിവഭഗവാന്റെ മന്ത്രമാണ് നമ്മൾ മറ്റന്നാൾ, അതായത് വെള്ളിയാഴ്ച രാവിലെ ഉറക്കം ഉണർന്ന ഉടൻ തന്നെ ആദ്യം നമ്മുടെ വായിൽ നിന്നും വരുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് ഈ മന്ത്രജപമായിരിക്കണം. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മന്ത്രം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുടരാവുന്നതാണ്. നമുക്ക് ഏതൊരു പ്രത്യേക കാര്യസാധ്യത്തിനു വേണ്ടിയുമല്ല നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നത്, മറിച്ച് നമ്മുടെ ജീവിതം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും നമ്മുടെ ജീവിതത്തിലെ പാപകർമ്മ ഫലങ്ങളെല്ലാം ഇല്ലാതാകുവാനും വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഈ മന്ത്രം ചൊല്ലുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫലം അനുഭവ രീതിയായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച നേടുവാൻ സാധിക്കും. നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുവാനായിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു മെഡിസിൻ കിട്ടുകയോ അല്ലെങ്കിൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഒരു ഡോക്ടറെ കാണുവാൻ സാധിക്കുകയോ ചെയ്യും. മാത്രമല്ല തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ അതെല്ലാം ശരിയായി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെ പല തരത്തിലുള്ള അത്ഭുതങ്ങൾ ഈ ഒരു മന്ത്രം വെറും 5 തവണ ജപിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഇനി പലർക്കും സംശയമുണ്ടാകും, ഞങ്ങൾ വഴിപാടുകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, പൂജകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങൾക്കും ഈ മന്ത്രം ചൊല്ലാമോ എന്ന്. ആർക്കു വേണമെങ്കിലും ജപിക്കാവുന്ന ഒരു എളിയ മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അതിനാൽ തന്നെ നിങ്ങൾ രാവിലെ നേരത്തെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുകയാണെങ്കിലും അല്ല ഒരു 6 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. അതിനുശേഷം കുളി കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് നമുക്ക് മന്ത്രജപങ്ങൾ ചെയ്യാം. വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ വ്രതം അനുഷ്ഠിക്കാം. അങ്ങനെ നമ്മൾ പങ്കുനി ഉത്രം ദിവസം എന്തെല്ലാം വഴിപാടുകളും പൂജകളും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം തന്നെ ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇത് എത്ര ദിവസം ചൊല്ലണമെന്ന് സംശയമുണ്ടാകും. ഈ ഒരു ദിവസം മാത്രം നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിച്ചാൽ മതിയാകുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ ഒരു ദിവസത്തിൽ ക്ഷേത്ര ദർശനം നടത്തുക. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് വീണ്ടും എടുത്തു പറയുവാനുള്ളത്. ഈ ദിവസത്തിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ കോടി പുണ്യം ചേർക്കുന്ന ഒന്നാണ്.
ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അവർക്ക് കൂടി ഞാൻ പറയാം. ഈ ദിവസത്തിലാണ് ശിവഭഗവാന്റെയും പാർവതീദേവിയുടെയും വിവാഹം കഴിഞ്ഞ ദിവസമായിട്ടും അതുപോലെ തന്നെ രാമഭഗവാന്റെയും സീതാദേവിയുടെയും വിവാഹം കഴിഞ്ഞ ദിവസമായിട്ടും മുരുക ഭഗവാന്റെയും ദൈവാനയുടെയും വിവാഹം കഴിഞ്ഞ ദിവസമായിട്ടും കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹ സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു കിട്ടുവാനും മാത്രമല്ല ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടുവാനും ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്ന ആളെ വിവാഹം ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും ഈ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചു വരാം. വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്, മന്ത്രം ജപിക്കാവുന്നതാണ്, പൂജകൾ ചെയ്യാവുന്നതാണ്. അതെല്ലാം തന്നെ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്യാം. പക്ഷേ നിങ്ങൾ മറക്കാതെ ചൊല്ലേണ്ട ഒരു മന്ത്രം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞ രാവിലെ ഉണർന്ന ഉടൻ വെറും വയറ്റിൽ വെള്ളം പോലും കുടിക്കാതെ ചൊല്ലുന്ന ഈ ഒരു മന്ത്രമാണ്. നിങ്ങൾ ചൊല്ലി നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഫലം വന്നു ചേരുന്നതായിരിക്കും. കൂടാതെ തന്നെ ഒരു കാര്യം കൂടി പറയുവാനുണ്ട്. നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ജോയിൻ ബട്ടൺ ഉണ്ട്. നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. മാത്രമല്ല നിങ്ങൾക്ക് ഈ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ മെമ്പർ ആകുകയാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾക്ക് നമുക്ക് മെസ്സേജ് ചെയ്തോ അല്ലെങ്കിൽ ഫോൺ ചെയ്തോ നിങ്ങൾക്ക് സംശയങ്ങളെല്ലാം തീർക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.